വാലന്റൈൻസ് ഡേ. ആഹാ, സുരേഷ് മാമന്റെ കടയിൽ ഡയറി മിൽക്ക് വന്നിട്ടുണ്ടോ? ഇന്ന് വാലന്റൈൻസ് ഡേ. അവൾക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു, അവളത് വാങ്ങുന്നു, സെറ്റ് ആവുന്നു. മാമി ഡയറി മിൽക്ക് ഉണ്ടോ? ഡയറി മിൽക്ക് ഒക്കെ ഇന്ന് രാവിലെ ഒരു കുതിരപ്പുറത്തുനിന്ന് ഒരു ചക്ക മേടിച്ചിട്ടുണ്ട് പോയി. കുതിരപ്പുറത്താ? അതാരാണ്? ചേട്ടാ ഒരു ഡയറി മിൽക്ക് ഇല്ല മോനെ, തീർന്നു പോയി. കുതിരപ്പുറത്ത് വന്ന് ഒരാൾ മേടിച്ചിട്ടുണ്ടായി. കുതിരപ്പുറത്താ? അതാര്? ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രേമിക്കാൻ നടക്കുന്ന ഒരാൾക്ക് പോലും ചോക്ലേറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മച്ചാന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ കാത്തിരിക്കരുത്, എനിക്കറിയാം. നിങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള ഫുൾ ഡയറി മിൽക്കും നമ്മൾ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രേമിക്കാൻ നടക്കണ ഒരെണ്ണത്തിന് പോലും ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മിഠായിയുടെ തുണ്ട് പോലും കിട്ടരുതുള്ള അതേ ഇന്റൻഷനോട് കൂടിയാണ് നമ്മളിത് മൊത്തം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ കടകളും കയറി ഇറങ്ങി ഡയറി മിൽക്ക് എന്ന് പേരുള്ള എല്ലാ മിഠായികളും നമ്മളിതേ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കി നമ്മുടെ ടേബിളുമ്മ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പുറത്ത് ചാടി പോകുന്നുണ്ട്. അമ്മ നമുക്ക് തിരിച്ചെടുക്കാം. ഓ, ചാടിപ്പോരുത്. എല്ലാവരും മുകളിൽ തന്നെ നിൽക്കണം. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അവർ നിങ്ങളൊക്കെ വിചാരിക്കണ്ടാവും വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഗുണം, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഒരുക്കാൻ വരെ എന്നിട്ട് ഞാൻ കാട്ടിത്തരാം. അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ തേരാപ്പാരതാണ് നമ്മൾ വാങ്ങിച്ച ഫുൾ ചോക്ലേറ്റുകൾ നമ്മുടെ ടേബിളിലേക്ക് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ തപ്പിക്കഴിഞ്ഞിട്ട് ഡയറി മിൽക്കിൻ്റെ പുതിയ വെറൈറ്റികൾ ഒന്നും തന്നെ ഇല്ലയെന്ന് തോന്നുന്നു, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആകെ ഒരു വെറൈറ്റി തോന്നിയ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സിൽക്കിൻ്റെ ഹാർട്ട് പോപ്പ് എഡിഷൻ എന്ന് പറഞ്ഞാൽ മുമ്പ് ഇറങ്ങിയ സാധനമാണ്. പിന്നെ പേരൊക്കെ മാറിയില്ലേ, യു മെൽറ്റ് മൈ ഹാർട്ട് എന്നാക്കി അല്ലേ, പേരൊക്കെ മാറ്റി അല്ല, ഇതിന് മുമ്പത്തെ പേര് തന്നെ ആയിരുന്നില്ല നല്ലത്, ഹാർട്ട് പോപ്പ് എഡിഷൻ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ അത് ഇതും കളർ, ഇതിൻ്റെ ഒരു പർപ്പിൾ കളറും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഗോൾഡൻ കളറും വന്നിട്ടുണ്ട്. ഇതല്ലാണ്ട് വേറൊരു വെറൈറ്റി നമ്മൾ ഇത്തവണ തപ്പിയിട്ട് കിട്ടിയില്ല. പക്ഷേ കിട്ടിയ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ സാധാരണ നമ്മൾ കാണാറുള്ള ബബിളി വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട് ആൻഡ് നട്ട് വന്നിട്ടുണ്ട്, ബ്രൗണി വന്നിട്ടുണ്ട്. ഇത് ലെക്സസ് എന്ന് പറഞ്ഞിട്ട് ഡയറി മിൽക്കിൻ്റെ അല്ല, അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നോക്കി നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള അടിപൊളി ചോക്ലേറ്റ്, അതിൻ്റെ ഉള്ളിൽ ഹേസൽ നട്ടൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, എന്തായാലും നമുക്കിന്ന് കഴിച്ച് നോക്കണം. അതുപോലെ തന്നെ ബ്രൗണീസ് ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്. 5 സ്റ്റാർ ഡയറി മിൽക്കാർ ഭയങ്കര കള്ളന്മാരാ കേട്ടോ. അതെന്താ സംഭവം എന്ന് അറിയോ, സാധാരണ അവർ ലവേഴ്സിന് വേണ്ടിയിട്ട് ഇമാതിരി സാധനമൊക്കെ ഇറക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ട് 5 സ്റ്റാർ ഇറക്കും. അതായത് ഡയറി മിൽക്കിൻ്റെ ഒരു കോമ്പറ്റേറ്റർ പോലെ. അത് സംഭവം പ്രേമിച്ചെടുക്കണവർ ഇത് വാങ്ങിച്ചെടുക്കും, അല്ലാത്തവർ ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് ആ ഒരു സെറ്റപ്പിൽ വെറുതെ ഇരുന്ന് കഴിക്കാനുള്ള രീതിയിൽ ഭയങ്കര മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ റോസ്, ഹാർട്ട് ആൻഡ് റോസ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ള ഐറ്റം തന്നെയാണ്. അങ്ങനെ നോക്കണമെങ്കിൽ സാധാ ഡയറി മിൽക്ക് ഉണ്ട്, പിന്നെ ബബിളി ഉണ്ട്, പിന്നെ നമ്മുടെ 50% വരുന്ന ഡാർക്ക് ചോക്ലേറ്റുകൾ ഉണ്ട്, അതിൻ്റെ 70%, 50%, അങ്ങനെ ഓരോരോ ഫ്ലേവറുകൾ വരുന്നതുണ്ട്. പിന്നെ നമ്മുടെ ഓറിയോയുടെ എഡിഷൻ വരുന്നുണ്ട്. പിന്നെ ക്രാക്കിള്, നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ക്രാക്കിള് സംഭവം കിരികിരിന്നൊരു സംഭവം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ജെംസിൻ്റെ ബോളുണ്ട്. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെന്താ സംഭവം ഇവിടെ, എന്താ സംഭവം? ലിക്കബിൾസ്. ഇതിൻ്റെ ഉള്ളിലല്ലേ ടോയ് ഉണ്ടാവുക, നമ്മുടെ കിൻഡർ ജോയ് ഒക്കെ പോലെ അതുപോലത്തെ ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര അധികം സാധനങ്ങൾ നമ്മുടെ ടേബിളിൽ നിറയെ ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കൂടി വിളിക്കാനുണ്ട്, വേറെ ആരുമല്ല, നമ്മുടെ പ്രവീൺ മച്ചാനെ ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ക്ലബ് ബൈ ബോയ്സ്. അങ്ങനെ നമ്മുടെ ചരിത്ര പുരുഷൻ ചുവന്ന ഷർട്ട് ഇട്ട് വന്നിരിക്കുകയാണ്. ഈ ഷർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? 5-7 വർഷമായിട്ട് 5-6 വർഷമായിട്ട് ഡയറി മിൽക്കിന്റെ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇടാൻ വേണ്ടിയിട്ട് അലക്കി തേച്ച് വെച്ചിരിക്കുന്ന ഷർട്ടാണ്. അന്ന് ഈ ഷർട്ട് ലൂസായിരുന്നു, എന്നീ ഷർട്ട് ടൈറ്റ് ആയി പോയി. അതൊക്കെ വിട് പ്രവീൺ മച്ചാനെ. അങ്ങനെ നമ്മുടെ സ്ഥിരം കലപരിപാടിയായ ഏപ്രിൽ 14 വാലന്റൈൻസ് ഡേക്കുള്ള ചോക്ലേറ്റുകളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഏപ്രിലല്ല, ഫെബ്രുവരി ആണോ? മാറ്റി വരുന്നു, സോറി, ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ പരിപാടി? തിന്ന് തീർക്കണം. അതെ പ്രവീണെ, നമ്മുടെ ഹാർട്ട് പോപ്പ് എഡിഷനൊക്കെ മാറിയിടാ. ഇപ്പം മൊത്തത്തിൽ വേറെ വെറൈറ്റി സാധനം വന്നേക്കണേ. നോക്കി, യു മെൽറ്റ് മൈ ഹാർട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഐ ലവ് യു
അത്ര ഇതാണ് സെറ്റപ്പ്. പൊളിച്ച് നോക്ക്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അറിയാലോ നമുക്ക്. ചിലപ്പോൾ തുറന്നു കഴിയുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ടാപ്പ് ചെയ്യാറ് ഇവിടെ പൊളിക്കാലോ. പൊളിച്ചോ. തുറന്നോളൂ. പ്ലേസ് ഫോട്ടോ ഹിയർ. ഒരു സംശയം, ഇതെങ്ങനെ പ്ലേസ് ഫോട്ടോ ഹിയർ ആവണേ? നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇത് അടച്ചു വെച്ച് ആൾക്ക് കൊടുക്കുമ്പോ ഇല്ല ശരിക്കും തുറക്കുമ്പോ ഫോട്ടോ വരണ്ടേ? അപ്പൊ അതെങ്ങനെ വരും? ചോദിക്കാതെ എടാ എങ്ങനെ വരും? എടാ ഇത് തുറക്കുമ്പോ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് ആള് തുറക്കുമ്പോ അല്ല ഇവിടെ പ്ലേസ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ വരണ്ടേ? അപ്പൊ എങ്ങനെ വരും? ഹൗ ടു യൂസ് കൊടുത്തിട്ടുണ്ട്. കണ്ട പറ. കണ്ട. അയ്യോ അത് വേറെ ഉള്ള ചമ്മീല്. ഇനിയിപ്പോ തുറന്നു കഴിഞ്ഞാണ്ടെങ്കിൽ ഇവിടെ വലിച്ചേ. വലി അത് വലിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ദേ എന്നത്തെയും പോലെ നമ്മളുടെ മെയിൻ താരം, അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലടാ ഇനി. അതന്നെ മെയിൻ താരം നമ്മുടെ ഡെയറി മിൽക്ക്. പക്ഷെ ഇതിന് ഹാർട്ട് പോപ്പ് എന്നുള്ള പേര് തന്നെ ഇറന്നിട്ട് നല്ലത്. കാരണം ആ ഹാർട്ട് ഇങ്ങനെ പോപ്പ് ചെയ്തെടുക്കണ സെറ്റപ്പ് അല്ലേ? ആ പേര് അടിപൊളി പേരായിരുന്നു, ഹാർട്ട് പോപ്പ്. ഇപ്പോഴത്തെ പേര് കൊള്ളൂല, എനിക്കിഷ്ടായില്ല. യു മെൽറ്റ് മൈ ഹാർട്ട് അതിനർത്ഥം അതിന്റെ അർത്ഥമല്ല, അതാണ് എന്റെ ഹാർട്ട് മെൽറ്റാക്കി എന്റെ ഹാർട്ട് അലിയിച്ചു അല്ലേ? അങ്ങനെ കൊടുക്കാൻ നീ എന്റെ ഹാർട്ട് അലിയിച്ചു എന്ന് പറഞ്ഞു. തങ്കമ്മല്ല പറഞ്ഞു ചെന്നാ മതി തങ്കമ്മ എന്ന് പറഞ്ഞു. നീ എന്റെ ഹാർട്ട് അലിയിച്ചു കരളേ അല്ലേ? സരളേ കരളല്ല കരള സാധനം വന്ന് സരളയുടെ സാധനം വന്നു. അപ്പൊ ദേ പ്രവീൺ മച്ചാനെ റെഡിയാണാ? റെഡി. അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഹാർട്ട് പോപ്പ് എഡിഷൻ വാങ്ങി അതിന്റെ നടുക്കത്തെ ഹൃദയം നമ്മള് ഞെക്കി അങ്ങോട്ട് എടുത്തിട്ട് നല്ലതാണ്. പക്ഷെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ട് കഴിക്കാൻ തോന്നുന്നില്ലേ? എടാ മറ്റേ പാട്ട് വെക്കടാ, ഡയറി മിൽക്കിന്റെ പാട്ട് സ്പീക്കർ വരട്ടെ. അപ്പൊ വെച്ചാ പറയാ നമ്മൾ പറഞ്ഞ പോലെ ഡയറി മിൽക്കിന്റെ കിസ് മീ സോങ് ഇല്ലാണ്ട് എന്താഘോഷം അല്ലെ? ആ സാധനം തന്നെ വെച്ചോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ കമ്പനിയിൽ 1905 ഡെവലപ്പ് ചെയ്താണ്. അതായത് നമ്മുടെ ജോർജ് കാഡ്ബറി എന്ന് പറയുന്ന ജോർജ് കാഡ്ബറി ജൂനിയർ എന്ന് പറയുന്ന ആളാണ് ഈ കമ്പനി ഉണ്ടാക്കിയത്. ഇത്ര വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതൊക്കെ പറഞ്ഞിരിക്കണ്ടേ? അപ്പൊ പാട്ട് വെച്ചോ. Kiss me, close your eyes and miss me. Kiss me, close your eyes and miss me. I can reach your lips on your fingertips and happiness in your eyes. Kiss me, close your eyes, miss me. Close your eyes, kiss me. ഷുഗർ ഉറപ്പാ. How far will you go for love? അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പണ്ടത്തെ ടേസ്റ്റ് ഉണ്ട് ചോക്ലേറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ആ പാട്ട് വെച്ച് കഴിക്കുമ്പോ കിട്ടുന്നൊരു ഇത് അതല്ലേ മക്കളെ. ഇനി നമുക്ക് കഴിക്കാം, ചോക്ലേറ്റ് കഴിക്കാം. അപ്പൊ ഇത്ര അധികം ചോക്ലേറ്റ് ഉണ്ട്, ഇതൊക്കെ കഴിച്ച് തീർക്കാനുണ്ട്. മറിഞ്ഞൂണ് കാറ്റൊക്കെ അടിച്ചിട്ട്. അപ്പൊ എന്തായാലും ഇത്രയും ചോക്ലേറ്റ് കഴിച്ച് തീർക്കണം. അപ്പൊ ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് നമുക്ക്. എന്റർടൈൻമെന്റ് വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അതെ, ജോളോ ചിപ്പ് തന്നെ. അപ്പോൾ എന്തായാലും മധുരമുള്ള സാധനം കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞൊരു എരിവ് എന്താണ്, ഒരു രസമല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഓരോ മത്സരാർത്ഥികൾക്കും നമ്മൾ കൊടുക്കുന്നു ഓരോ ചോക്ലേറ്റ് വെച്ച്. 1, 2, 3. അതവിടെ വയ്ക്കുക. 4 മേടിക്കുക കഴിക്കുക. ഇല്ലത്തെ കുട്ടികൾ ഇപ്പോ ആർക്കാണ് ഈ ഭാഗ്യവാൻ, ആർക്കാണ് ഈ ജോളോ ചിപ്പ് കഴിക്കാനുള്ള ഭാഗ്യമുള്ളത് നമ്മൾ നോക്കാൻ പോകണം. ഇപ്പൊ പൊട്ടിച്ചെടി കിട്ടൂട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം. Your time start now.
അപ്പോൾ ഏറ്റവും അവസാനം കഴിച്ചു തീരുന്ന ആളായിരിക്കും കേട്ടോ ജോളോ ചിപ്പ് തിന്നാൻ പോകുന്ന ഹതഭാഗ്യൻ. ദൈവമേ അതല്ലോ. വാ മെൽറ്റായി തുടങ്ങി, അതുകൊണ്ട് സുഖമായിട്ട് കഴിക്കാൻ പറ്റുമായിരിക്കും. അവിടെ കഴി തുടങ്ങിയ കവറൊക്കെ അവസാനം എടുക്കാട്ടാ. കുഞ്ഞിതാ ഇറങ്ങി കഴിയുമ്പോ പറയാ തീർന്നോതില്ലെന്ന് കൊരങ്ങനെ അവിടെ അണ്ണാ മറ്റണം വെക്കൂലേ സ്റ്റോർ ചെയ്ത്. 2 വട്ടം കഴിഞ്ഞ് 3-ാമത്തെ ആളെ കഴിയാൻ പോണ്. 4-ാമത്തെ ആളെ കഴിഞ്ഞോണ്ടിരിക്കണ്. സത്യം പറയാല്ല ഒരെണ്ണൊറ്റടി കഴിക്കുമ്പോ തല മന്നിച്ചു കൂട്ടാ. എൻ്റെ ഒക്കെ കിളി പോയി മറയൂപ്പ. ഓക്കെ അങ്ങനെ മച്ചാമാരെ നമ്മുടെ ചോക്ലേറ്റ് തീറ്റ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ആരാണ് ഇന്ന് ജോളോ ചിപ്പ് കഴിക്കാൻ പോകുന്നതെന്ന് സ്വന്തമായിട്ട് പറയണായിരിക്കും നല്ലത്. എനിക്ക് പറയാൻ സങ്കടമുണ്ട്. കൈപൊക്കി കാണിക്കേ. ഇപ്പഴേ ഇരിയണ്ടവന്. അപ്പൊ തുറന്നു തരട്ടെ മോന്. ഓ ജോളോ ചിപ്പ്. ഈ ജോളോ ചിപ്പ് ജോളി അതല്ലതാ കിസ്മി നല്ലതാ. ഓ അതെ. അപ്പൊ സാധനം തുറക്കാണേ. എടാ ഇത് മറ്റേ സാധനം ഉണ്ട്. എഴുതി വെച്ച സാധനങ്ങളൊക്കെ നീ വായിച്ചിട്ടുണ്ടാ? അതന്നെ കലോലിനി. അതായത് നരകത്തിലേക്കുള്ള വഴിയാണെന്നാണ് പറയണത്. ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് പൊട്ടിക്കാൻ പാടണം. എന്നാലും കുഴപ്പമില്ല. ഒരു പീസ് ഓടിഞ്ഞു തോന്നുന്നു. കുഴപ്പമില്ല. നമ്മുടെ ക്യാമറമാൻ കൊടുക്കാം. ഓ എന്നാ മോനെ എടുത്തോ. ഞാൻ വെച്ചോ. ക്ലോസ് യുവർ ഐസ് ആൻഡ് മിസ് മീ. ബാക്കി കൂടി ഉണ്ടെടാ. എന്നാ കഴിച്ചോ. പൊടിയുണ്ട്. നല്ലടാ. എങ്ങനെയുണ്ട്? എടാ ഇപ്പൊ വെള്ള കളറായിട്ടിരിക്കുന്ന കണ്ണുകൾ ഇനി എന്ത് കളറിലേക്ക് പോ നോക്കാം. അവന് എരിവൊന്നും ഏറ്റിട്ടില്ലെന്ന് തോന്നുന്നു. എന്റെ പൊന്നോ ഇത് കിളി പോകാനാട്ടാ. അരമണിക്കൂറത്തേക്ക് ക്യാമറ ഓഫ് ചെയ്യരുത്. അരമണിക്കൂറത്തേക്ക് ക്യാമറ ഓഫ് ചെയ്യരുത്. എന്തുണ്ടായാലും അരമണിക്കൂറത്തേക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ടാ. അതന്നെ തീതുപ്പോ നോക്കട്ടെ. ഇന്ന് ഡ്രാഗൺ കുഞ്ഞിനെ ഇറക്കും ഞങ്ങള്. ഡ്രാഗൺ കുഞ്ഞാവോ നോക്കട്ടെ. തീ വരും. എന്നൊരു തീ വരും ഡ്രാഗൺ കുഞ്ഞിന്റെ. നോക്കട്ടെ. ഇത് വന്നിട്ടുണ്ട് കണ്ടാ. നോക്കാം നമുക്ക്. വീട്ടില് കറി വെക്കുമ്പോ എന്തോ ഒരു എരിവ് കൂടിയാലും കുഴപ്പമില്ലാത്ത വരനെ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ബൊമ്മിക്കിരൺ അമ്മ என்றழைக்காத உயிரில்லை அம்மாவை வணங்காமல் உயிரில்லை. ഓ പെരുശം ഷട്ടിയോ. പാൽ മണക്കുത്. എന്തായിരുന്നു കവർ തക്കല്? അണ്ണാക്കില് പാലുടി. അയ്യോ കിളി പോയി.
മറ്റേ സാധനം ഋഷഭ് ഷെട്ടിടാ. ഓ എരിവുണ്ടാടാ. കുടിച്ചോ? ആ ഇപ്പൊ കുറഞ്ഞില്ലേ പാല് വന്നപ്പാ? പാലിന് മരണമണി. എടാ എന്നാ പാലത്തേക്ക് അടച്ചു വെച്ച വണ്ടി ലോക്ക് ചെയ്തോ. ഇപ്പൊ ഇരിപ്പ് എനിക്ക് എടുക്കൂ. നല്ലോണം കുടിച്ചോട്ടെ, വായിൽ എരിവൊക്കെ പോട്ടെ. കുടിച്ചോ അത് കുടിച്ചോ, അല്ലെങ്കിൽ എരിവ് പോവില്ല. എന്തിട്ടത് പശുമ്പേന്ന് പാൽ കുടിക്കാൻ കുഞ്ഞ. കുടിച്ചോ അല്ലെങ്കിൽ എരിവ് മാറൂല. എടാ ഐസ്ക്രീം പിന്നെ തണവുള്ള എന്തെങ്കിലും സാധനങ്ങളോ വാങ്ങിച്ചിട്ടോ വന്നേ. വാങ്ങിച്ചോ അവന് എരിവ് പോവില്ല. അല്ലെങ്കിൽ ചെക്കൻ പാവം, എന്നാലും കുഴപ്പമില്ല. ഹർത്താലാണെന്ന്. പക്ഷേ എടാ എന്തെങ്കിലുമൊക്കെ തണുപ്പ് വാങ്ങിച്ചു കൊടുക്കണം ചെക്കൻ. അയ്യോ അവിടെ കുഴപ്പമുണ്ടാ? അതിൻ്റെ ഇടയിൽ ഏറുണ്ടായടാ. അങ്ങനത്തെ നമ്മളുടെ ഭൗമികിരൺ ജോളോ ചിപ്പൊക്കെ കഴിച്ച് നല്ല എരിവൊക്കെ ആയിട്ട് ആംബുലൻസ് കയറ്റി വിട്ടിട്ടുണ്ട്. വെറുതെ പറഞ്ഞാട്ടാ. എടാ ഒരു കുഴപ്പമില്ലല്ല, തിരിച്ചടിച്ചു കൊടുത്തവന് കണ്ണൊക്കെ ചോന്ന് തള്ളി വന്ന് കിടക്കണം. ഇഷ്ടായി 2 റോട്ടി വായിച്ചേ കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കട്ടെ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ജോളച്ചിപ്പ് വാങ്ങിച്ച് ഇങ്ങനെ ചമ്മന്തി അരച്ച് കഴിക്കാറുള്ളത് അല്ലേ? ചുമ്മാ രസം. പ്രവീക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാളെ കാണിച്ചു തരും പ്രവീൺ അല്ലേ? അപ്പൊ മച്ചാൻ പറയുന്നത് എന്തായാലും നമ്മുടെ ഇനി ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാണ്. അപ്പൊ ഇത്ര അധികം ചോക്ലേറ്റ് നമ്മൾ വാങ്ങിച്ചത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും ചോക്ലേറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല, ഒരു ഗുണമില്ല. ഇതൊക്കെ നമ്മൾ ടേസ്റ്റിന് കഴിക്കാം, പിന്നെ എന്താ പറയുക ഒരു ആഗ്രഹത്തിനൊക്കെ കഴിക്കാം. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കണ ഈ ചോക്ലേറ്റ് കുറേ പേരുടെയൊക്കെ സ്വപ്നമായിരിക്കും. ഞാനത് മനസ്സിലാക്കേണ്ട ഒരാളാണ്. കാരണം ഞാനിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്തത് വാങ്ങിച്ചു. പക്ഷേ ഇത് കിട്ടാത്ത കുറേ പേരുണ്ടാവും. സത്യം പറഞ്ഞാൽ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനുള്ള സാധനം അല്ല ഒരിക്കലും ഇത്. എന്തായാലും ഇത് കുറച്ച് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കൊടുക്കണം അല്ലേ? അതെ, ആലോചിച്ച് നോക്കാം നമുക്ക് ആർക്ക് കൊടുക്കാന്ന്. ഓക്കെ, എന്തായാലും ഇത് നമുക്ക് നമ്മളായിട്ട് കഴിച്ചു തീർക്കൂല. ഇത് കുറച്ച് സുന്ദരന്മാർക്ക് സുന്ദരക്ക് കൊടുക്കാം അല്ലേ? അങ്ങനെ ആവട്ടെ. ഇനിതേ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടായിട്ട് നമ്മൾ പറഞ്ഞ സുന്ദരന്മാർക്കും സുന്ദരിമാർക്കും കൊടുത്താല. അമ്മ വാലന്റൈൻസ് എന്തിട്ടാന്നറിയോ? ഡയറി മിൽക്ക് സിൽക്ക് കഴിച്ചിട്ടുണ്ടോ? Close your eyes and miss me. Kiss me. Close your eyes and miss me. I can reach your lips on your fingertips and happiness in your eyes. അപ്പോൾ മച്ചാൻ പറയാം എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ പേരെല്ലാം നേരായിക്കാണ്. അപ്പോൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണെന്ന് ആത്മാർത്ഥമായി പ്രേമിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ടാവാം. അവർ തമ്മിൽ എന്നും ഒത്തുചേർന്ന് അടിപൊളിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റട്ടെ. അവരെ ആരും പിരിക്കാതിരിക്കട്ടെ. 100 വയസ്സ് വരെ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെയാണ്. എന്താ പറയുക, നല്ല തിളച്ച് നിൽക്കുന്ന പ്രായമായിരിക്കും കുട്ടികളുടെ. കാണാനൊക്കെ പോകും, ചോക്ലേറ്റൊക്കെ കൊടുക്കും. അത് പറഞ്ഞ് കുരുത്തക്കേടുകൾക്കൊന്നും നിൽക്കരുത് അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആവട്ടെ. അപ്പോൾ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അതിപ്പോൾ ഒരു ചെറിയ പൂവാണെങ്കിലും ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും ചെറിയ ചോക്ലേറ്റ് ആണെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് കിട്ടുമ്പോൾ സന്തോഷമായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നേരായി കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാർ ഇതിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.